കളിക്കാനൊന്നും പറ്റത്തില്ല, എനിക്കൊന്നും വയ്യ കളിക്കാൻ. പിന്നെ ഇപ്പൊ തുള്ളിത്തുള്ളി കളിക്കാൻ പോടി വന്ന്. എനിക്കൊന്നും വയ്യ തുള്ളിത്തുള്ളി കളിക്കാനായിട്ട്. ഞാൻ തുള്ളി കളിക്കൊന്നുമില്ല. ബൈ. ചേട്ടൻ പോയി, ഞാൻ ആരോട് കളിക്കും? എന്തായാലും അപ്പുറത്തോട്ട് പോവാ. ഹായ്, ലേസ് ആണെങ്കിൽ ഞാൻ ഈ കബോർഡിൽ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആരും കാണാതെ എടുത്ത് തിന്നത്. ഇവിടെ ആയിരുന്നല്ലോ വെച്ചേ. കിട്ടി. ഏയ് പച്ചലേസ് പച്ചലേസ് പച്ചലേസ്, എന്തൊരു ടേസ്റ്റ്. ഇത് മൊത്തം തിന്നു ഇറക്കട്ടെ, ആരും കാണാതെ. ഹായ്, എന്തൊരു ടേസ്റ്റാ. ഹായ്, എന്തൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. അയ്യോ തീർന്ന്, ലേസ് തീർന്ന്. ഇനി എന്ത് ചെയ്യാനാ? വൈകിട്ട് അച്ഛൻ വരുമ്പോ ഒന്നോട് വാങ്ങിച്ചിട്ട് തരാൻ പറയാം. രക്ഷപ്പെട്ട് കൺമണിമോൾ ഇവിടെ ഇല്ല. കൺമണിമോളും തന്നെ എന്നെ കണ്ടാലേ മുറ്റത്തോട്ട് തുള്ളി കളിക്കാൻ വേണ്ടി എന്നെ പിടിച്ച് വിളിച്ചോണ്ട് പോകും. പിന്നെ തുള്ളി വയ്യതാവും മനുഷ്യന്. അയ്യോ, ഞാനും കുറച്ചു നേരം സോഫ കയറിയിക്കാം. ചേട്ടനെ മുറ്റത്തോട്ട് കളിക്കാൻ വിളിച്ചോണ്ട് വന്നു, തുള്ളി കളിക്കാനായിട്ട്. ചേട്ടാ, ഇവിടെ എന്തിനാ ഇരിക്കാ? മുറ്റത്ത് പോണ്ടേ തുള്ളി കളിക്കാൻ? അമ്മേ, കൺമണിമോള്. എന്താ ചേട്ടാ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എനിക്ക് അത്രയ്ക്ക് ഭംഗിയാണോ? നല്ല ഭംഗിയുണ്ട്. എന്തിനാണ് നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്താ ചേട്ടന് മനസ്സിലായില്ല ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്? ഇല്ല, മനസ്സിലായില്ല. വേറെ എന്തിനാ ചേട്ടാ? ചേട്ടൻ ഞാൻ മുറ്റത്തോട്ട് വിളിച്ചോണ്ട് പോയിട്ട് തുള്ളി കളിക്കണം ചേട്ടൻ. കളിക്കാൻ പറഞ്ഞത് മുറ്റത്ത് തുള്ളി കളിക്കാനായിട്ട്? എടി, എനിക്ക് വയ്യടി. അതൊന്നും പറ്റത്തില്ല, ചേട്ടൻ മുറ്റത്ത് കളിക്കാൻ വന്നതേ പറ്റത്തുള്ളൂ. എടി, എനിക്കൊന്ന് വയ്യടി തുള്ളി കളിക്കാൻ. നിനക്ക് എന്തുവാടി? എന്താ ചേട്ടൻ ഞാൻ വിളിച്ച കളിക്കാൻ വരാത്ത? വാ ചേട്ടാ കളിക്കാവാ. ഒന്ന് പോടി വന്ന്, എനിക്കൊന്നും വയ്യ തുള്ളി കളിക്കാനായിട്ട്. വാ ചേട്ടാ എന്നോട് കളിക്കാൻ, പ്ലീസ്. ഞാൻ കളിക്കാൻ വരുന്ന പ്രശ്നമില്ല. എന്താ ചേട്ടാ, വാ ചേട്ടാ കളിക്കാൻ. എന്താ ചേട്ടാ കളിക്കാൻ വന്ന ചേട്ടന്? ആ തുള്ളി കളിക്കുന്ന കളി മാത്രം കളിക്കാൻ പറ്റത്തില്ല, വേറെ എന്ത് കളിയാണ് ഞാൻ കളിക്കുമല്ലോ. കുറെ പ്രാവശ്യം തുള്ളുമ്പോ ദേഹം ഒത്ത് കളങ്ങും, പിന്നെ തലവേദന എടുക്കും എനിക്ക്. ഞാൻ പോവാ. ചേട്ടാ പോലെ നിൽക്ക, എന്നെ കളിക്കാൻ വാ. പോടി അവിടുന്ന്. ചേട്ടൻ പോയി, എന്നോട് ആര് കളിക്കും? ചേച്ചീനെ വിളിക്കാൻ കളിക്കാൻ. ചേച്ചി, ചേച്ചി, തുമ്പി ചേച്ചി. എന്താ കൺമണി മോളെ? ചേച്ചി എന്നോട് മുറ്റത്താണെങ്കിൽ ചേച്ചി തുള്ളി കളിക്കാൻ വരാവോ? തുള്ളി കളിക്കാനാ? അതെ, തുള്ളി കളിക്കാനായിട്ട്. എന്റെ പൊന്നെ, എനിക്കൊന്നും തുള്ളി കളിക്കാനായിട്ട്. എന്താ ചേച്ചി, ഞാൻ ചേട്ടനെ കളിക്കാൻ വിളിച്ചിട്ട് ചേട്ടന് വന്നില്ല. ചേച്ചിനെ തുള്ളി കളിക്കാൻ വിളിച്ചിട്ട് ചേച്ചി വരുന്നില്ല. എന്താ വരാത്ത ചേച്ചി? എന്റെ പൊന്നു കൺമണി മോളെ, എനിക്ക് വയ്യ ഇങ്ങനെ തുള്ളി കളിക്കാനായിട്ട്. വേറെ എന്ത് കളി പറഞ്ഞാലും ചേച്ചി കളിക്കാം, ഇത് മാത്രം ചേച്ചി കളിക്കത്തില്ല. ചേട്ടൻ ഇന്നലെ തന്നെ പറഞ്ഞു വേറെ എന്ത് കളി കളിയൊന്നും കളിക്കാന്ന്. ഈ തുള്ളിക്കളി മാത്രം കളിക്കുന്നില്ല ചേട്ടനും പറഞ്ഞു. എന്താ ചേച്ചി തുള്ളിക്കളി കളിച്ചാ? ഒന്ന് പോടി ഓടുന്നു, എനിക്കൊന്നും വയ്യ കളിക്കാൻ. ചേച്ചിയും പോയി ചേട്ടനും പോയി, ഞാൻ ആരുടെ കളിക്കാവോ? എന്ത് ചെയ്യാവോ? ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഹലോ, ആരാ വിളിക്കുന്നേ? ആരാ? ഞാനാരാണോ? എന്നെ അറിയത്തില്ലേ? ഏത് ഞാൻ? അത് എന്നെ അറിയത്തില്ലേ? നിങ്ങളാണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. എന്നിട്ട് ആർക്കാ നിനക്കെന്താ എന്നെ അറിയാത്തെ? ബാക്കിയുള്ള എല്ലാവർക്കും അറിയാലോ ഞാൻ ആരാന്ന്. എന്റെ പൊന്നപ്പൂപ്പ, ഞാൻ അപ്പൂപ്പനെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അപ്പൂപ്പനെ ഏതാ എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നിനക്ക് എന്താണ് എന്നെ മനസ്സിലാവാത്ത? കാര്യം പറ. എന്റെ പൊന്നപ്പൂപ്പ, എനിക്ക് നിങ്ങളെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ആരാന്ന്. ഞാനൊരു കണ്ടിട്ടില്ലാത്ത മുഖമാ. നീ എന്താണ് എന്റെ മുഖം കണ്ടിട്ടില്ലേ? അതിന് അപ്പൂപ്പൻ എന്തിനു ദേഷ്യപ്പെടുന്നേ? പറയാടാ, നീ എന്നെ കണ്ടിട്ടുണ്ടോ? എന്റെ പൊന്നപ്പൂപ്പ, ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ല, ജീവിതത്തില് ആദ്യമായിട്ട് കാണുന്നേ. ആഹാ, എന്നെ കണ്ടിട്ടില്ലടാ, നിന്നെ ഞാൻ കൊല്ലൂടാ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. സത്യം പറയടാ, നിനക്ക് എന്നെ അറിയാലോ, എന്നിട്ട് നീ അറിയത്തില്ലെന്ന് കള്ളം പറയുന്നല്ലേ? എന്റെ പൊന്നപ്പൂപ്പ, അപ്പൂപ്പൻ ആരാന്ന് എനിക്കറിയാവോ? അപ്പൂപ്പൻ ഏതാ എവിടുത്തെ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അപ്പൂപ്പനെ കണ്ടിട്ട് പോലുമില്ല. എടാ, നിന്നെ ഞാനിപ്പോ കൊല്ലും. അയ്യോ, എന്റെ അമ്മയെ ഓടിക്കോ. നിനക്ക് എന്നെ അറിയത്തില്ലല്ലേ? നിന്നെ ഇപ്പൊ അറിയിച്ചു തരാം ഞാൻ. അയ്യോ, ഓടിക്കോ. അയ്യോ, രക്ഷപ്പെട്ട്. അയ്യോ, കഥ അടച്ചിട്ട്. കഥവ് തുറക്കട ചേർക്കാ. കൊട തുറക്കാനും നിന്നോടാ പറഞ്ഞേ. തുറക്കടാ കഥവ്. അയ്യോ, അയാളാണെങ്കിൽ കഥ തല്ലി പൊളിക്കാൻ നോക്കുന്നു. അയ്യോ, അമ്മേ ഓടി വാ. അയ്യോ, എന്തേറ്റി മക്കളെ? അമ്മേ, അയ്യോ, പുറത്തൊരാൾ കഥ തല്ലി പൊളിക്കാൻ നോക്കുന്നു. മുറ്റത്തുനിന്നാണെങ്കിൽ ആരാണ്ട് വിളിച്ച്. അങ്ങനെ കഥ തുറന്നു നോക്കിയപ്പോ ഒരു അപ്പൂപ്പൻ അവിടെ നിൽക്കുന്നു. ആ അപ്പൂപ്പൻ എന്നോട് ചോദിച്ച് എന്നെ നിനക്ക് അറിയാവോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആ അപ്പൂപ്പൻ എന്നോട് ചോദിച്ചു അറിയാവോ നിനക്ക് എന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു അറിയത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ആ അപ്പൂപ്പനാണ് ദേഷ്യപ്പെട്ട് എന്റെ അടുത്തോട്ട് വന്ന് എന്നെ കൊല്ലാൻ. ഞാൻ ഓടി കഥ അടിച്ച്. സത്യമാണ് മക്കളെ പറയുന്നത്.
കഥ ഓർക്കടാ, കഥ ഓർക്കടാ, കഥ ഓർക്കടാ, കഥ ഓർക്കടാ, കഥ ഓർക്കടാ. നിനക്ക് ഞാൻ ആരെന്ന് കാണിച്ചു തരാടാ, കഥ ഓർക്കടാ. അയ്യോ അമ്മൂമ്മ, ആ അപ്പൂപ്പൻ കഥ തല്ലി പൊളിക്കാൻ നോക്കുന്നു. ഇയാൾ ആരെയൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മക്കളെ നമുക്ക് കഥ തുറന്ന് നോക്കിയാലോ? ഓ വേണ്ടമ്മ, അയാളുടെ വല്ല ആയുധം വല്ലതും ഉണ്ട്, എന്ത് ചെയ്യും? അതുകൊണ്ട് കഥ ഓർക്കണ്ട. കഥക്ക് തുറക്കടാ, മര്യാദക്ക് തുറക്കടാ. അമ്മ, അയാളുടെ സൗണ്ട് പ്രേതത്തിന്റെ പോലത്തെ സൗണ്ട്. ആ ശരിയാണല്ലോ, പ്രേതം അലർന്ന പോലത്തെ സൗണ്ട്. അമ്മ, എനിക്ക് പേടി വരുന്നു. കഥക്ക് തുറക്കടാ, മര്യാദക്ക്. കേട്ടോ കേട്ടോ അമ്മ, പ്രേതത്തിന്റെ സൗണ്ട് പോലത്തെ സൗണ്ട് അയാളുടെ. എനിക്ക് തോന്നുന്നത് മനുഷ്യനല്ലെന്ന്, പ്രേതമെന്ന് എനിക്ക് തോന്നുന്നേ. പ്രേതം വേഷം മാറി വന്നേക്കുമെന്ന് തോന്നുന്നു. ആ എനിക്ക് അതിനെ തോന്നുന്നത് അമ്മേ. ഈ എന്ത് ചെയ്യും മക്കളെ? എനിക്കറിയത്തില്ല അമ്മ, പേടി വരുന്നു. കഥക്ക് തുറക്കടാ. അമ്മ, എനിക്ക് പേടി വരുന്നമ്മേ. പേടിക്കണ്ട മക്കളെ, അയാൾ കഥ തുറന്നൊന്നും വരത്തില്ല. അതിന് അയാളല്ലല്ലോ, പ്രേതമാണെന്ന് തോന്നുന്നു. ഇത് ആരെ മനസ്സിലാവുന്നില്ലല്ലോ, പ്രേതമാണോ മനുഷ്യനാണോ എന്ന്. എനിക്കാണെങ്കിൽ ആ കൂടെ പേടി വരുന്നു. അയ്യോ അയ്യോ, പേടി വരുന്നു. കഥക് തുറക്കാനാടാ പറഞ്ഞ നിന്നോട്. നിനക്ക് അനുസരണ ഇല്ലടോ ചെറുക്ക. തുറക്കാൻ പറഞ്ഞ തുറക്കടാ കഥക്. ചെറുക്ക, നിനക്ക് എന്നെ അറിയാവോ? അയ്യോ മക്കളെ, പറ എല്ലാരും, എന്നെ മനസ്സിലായോ? എന്റെ പൊന്നപ്പൂപ്പ, അപ്പൂപ്പൻ ആരെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എന്ന് പോയി തരാവോ? പോവാനല്ലടാ ഞാൻ വന്നേ, നിന്നെയൊക്കെ തിന്നോടാടാ വന്നേ. അയ്യോ, ഞങ്ങളെന്ത് ചെയ്യല്? ഞങ്ങള് പാവങ്ങളാ. ഈ പാവങ്ങളുടെ ഇറച്ചിക്ക് നല്ല ടേസ്റ്റാന്നോ പറയുന്നേ. നിങ്ങളെയൊക്കെ ഇപ്പൊ കടിച്ചു തിന്നാൻ പോവാ ഞാൻ. ഓടിക്കാൻ മക്കളെ പെട്ടെന്ന്. അയ്യോ അയ്യോ. ഇങ്ങൊക്കെ എങ്ങോട്ടാണ് പോന്നേ? നിക്കടാ അവിടെ, അവിടെ നിക്കടാ എല്ലാണ്ണോ. നിക്കാനെന്ന്. മക്കളെ മിണ്ടല്ലേ, ഇവിടെ ഒളിച്ചിരിക്കാം. അമ്മ, കൺമണി മോളെ തുമ്പിയുണ്ട്. അവർ രണ്ടുപേരാണെങ്കിൽ മുറിയിലാണെങ്കിൽ കഥ കടിച്ച് കുറ്റിയിട്ട് കിടന്ന് ഉറങ്ങും രണ്ടുപേരും. ഭാഗ്യം. എല്ലാ എണ്ണ എവിടെയാണോ പോയി ഒളിച്ചിരിക്കുന്നത്? നിന്നെയൊക്കെ ഞാൻ കണ്ടുപിടിക്കൂടാ. നീയൊക്കെ ഇവിടെ നിൽക്കുവായിരുന്നല്ലേ? അയ്യോ അമ്മേ, പ്രേതം. അയ്യോ മക്കളെ, പ്രേതം. എല്ലാവരും എന്തിനാണ് ബാക്കോട്ട് പോന്നേ? മുമ്പിലോട്ട് വാ. നിങ്ങളെ എല്ലാരും കടിച്ച് 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 തിന്നണം എനിക്ക്. അയ്യോ മക്കളെ, അയ്യോ അമ്മേ, പേടി വരുന്നു. എന്തിനാണ് ചെറുക്ക നീ പേടിക്കുന്നേ? നിന്റെ പേടിയൊക്കെ ഇപ്പൊ മാറ്റി തരാണ് ഞാൻ. അയ്യോ അമ്മേ. എന്തിനാണ് നീയൊക്കെ ബാക്കോട്ട് പോന്നേ? മുമ്പിലോട്ട് വാടാ, നിന്നെയൊക്കെ പിടിച്ച് തിന്നൂടെ ഞാൻ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. അമ്മേ, പെട്ടെന്ന് ഓടിക്കോ. അയ്യോ ഓടിക്കോ. നീയൊക്കെ എങ്ങോട്ടാടാ ഓടുന്നേ? നിക്കട എല്ലാം എണ്ണോ. അയ്യോ, രക്ഷപ്പെട്ടു മക്കളെ, പ്രേതത്തിനെ കാണുന്നില്ല. മക്കളെ, പുറകിലോട്ട് തിരിഞ്ഞു നോക്കിക്ക്, ആരാ നിക്കുന്നേന്ന്. അച്ഛനാണോ? അല്ല മക്കളെ, പുറകിലോട്ട് നോക്ക്. അയ്യോ അമ്മേ, പ്രേതം. അയ്യോ അയ്യോ, ഇതെന്ത് പറ്റി? അയ്യോ, ഞാനിപ്പോ ചാരാവല്ലോ. ഏതെങ്കിലും മനുഷ്യന്റെ കാലം എന്റെ ദേഹത്ത് കൊണ്ടാ ഞാൻ അപ്പൊ തന്നെ ചാരുവായി പോവും. അയ്യോ അയ്യോ അയ്യോ, ഞാൻ ഉരുകുന്നു. അയ്യോ, പ്രേതം പോയേ, പ്രേതം പോയേ.